നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായി 7 കളികളിലാണ് വിജയമില്ലാതെ കടന്നുപോയിരിക്കുന്നത്. ഇന്നലെ ലിവർപൂളിനോട് തോറ്റതോടെ പ്രീമിയർ ലീഗിലെ തുടർച്ചയായ 4 കളികൾ പൊട്ടിയിരിക്കുകയാണ്. ഇന്നലെ ആൻഫീൽഡിൽ നിന്ന് പെപ്പിന് അത്ര നല്ല അനുഭവമായിരുന്നില്ല. ടീം കളി തോറ്റു എന്ന് മാത്രമല്ല, ലിവർപൂളിൻ്റെ ആരാധകർ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന ചാൻഡ് പാടി അദ്ദേഹം അതിൽ പ്രകോപിതനായി പ്രതികരിക്കുകയും ചെയ്തു. യു ആർ ഗെറ്റിംഗ് സാക്ക്ഡ് ഇൻ ദി മോർണിംഗ് എന്നവർ ചാൻഡ് പാടിയപ്പോൾ തൻ്റെ കൈവിരലുകൾ ഉയർത്തി ഇങ്ങനെ 6 എന്ന് കാണിക്കുന്ന പെപ്പിനെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും പെപ് ഗാർഡിയോള കളിക്ക് ശേഷവും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ആൻഫീൽഡിൽ നിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും എല്ലാ സ്റ്റേഡിയങ്ങളിലുള്ളവർക്കും എന്നെ സാക്ക് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. അതിപ്പോൾ ബ്രൈറ്റണെതിരെ 2-1 തോറ്റപ്പോൾ മുതൽ ഉള്ളതാണ്. മേ ബി അവരിപ്പം ഈ വിളിച്ചു പറയുന്നത് ശരിയായിരിക്കാം ഈ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അത് ഞാൻ ആൻഫീൽഡിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, ഇവിടുത്തെ ആളുകളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. 1-0 എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ അവരത് ചെയ്യില്ല. ബട്ട് 2-0 എന്ന് പറയുമ്പോൾ മേ ബി അവരിതിനു മുമ്പും ഇത് പാടിയിട്ടുണ്ടാവാം. എന്തായാലും ഇത് ലിവർപൂളിലെ ജനങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇത് ഗെയിമിൻ്റെ ഭാഗമാണ്. ഞാനത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബാറ്റിൽ ഇതുവരെ നടത്തിയിട്ടുണ്ട്. അവരോട് എനിക്ക് ബഹുമാനമാണുള്ളത് എന്നാണ് പെപ് ഗാർഡിയോള പ്രതികരിച്ചത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റെഫാൻ ഓർട്ടേഗ കളിക്ക് ശേഷം പറഞ്ഞത്, BBC-യോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നോക്കുക. അദ്ദേഹം പറഞ്ഞു, എന്നോട് ചിലർ പറഞ്ഞിരുന്നു ഈ ഏരിയ, അതായത് ലിവർപൂളിനെ പറ്റിയാണ് പറഞ്ഞത്, ലിവർപൂൾ സ്ഥലത്തെ പറ്റി, ഈ ഏരിയ പ്രോബബ്ലി നോട്ട് ദി ബെസ്റ്റ് പാർട്ട് ഇൻ ദി യു കെയിൽ അത്ര നല്ല സ്ഥലമല്ല എന്ന് എന്നോട് പലരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് പെപ് ഗാർഡിയോളയുടെ ആ പ്രതികരണം ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നുകൂടി സ്റ്റെഫാൻ ഓർട്ടേഗയും പറയുകയുണ്ടായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.